ഇന്ത്യയും പാകിസ്ഥാനും അധികം വൈകാതെ തമ്മിൽ ഏറ്റുമുട്ടുമോ? ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ എങ്ങനെയാണ് അതിവേഗം വളരുന്ന ഇന്ത്യക്കെതിരെ തിരിയുക എന്ന് ചോദിക്കുന്നവരോട് പിന്നിൽ പ്രവർത്തിക്കാൻ കരങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അതും അതിവേഗം വളരുന്ന ഇന്ത്യ. അതുതന്നെയാണ് ഇവിടെയും വിഷയം. എന്നാലും ലോകത്ത് സമാന്തരമായി രണ്ട് വമ്പൻ ശക്തികളുടെ യുദ്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഇന്ത്യയിലേക്കും ഇത് വ്യാപിക്കും എന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം ഇരട്ടിപ്പിക്കുകയാണ്. സമീപ വർഷങ്ങളിൽ പാകിസ്ഥാൻ തങ്ങളുടെ സായുധ സേനയെ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ എയർഫോഴ്സ് അഥവാ PAF നവീകരിക്കാൻ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ നീക്കത്തിന് പിന്നിലെ സത്യങ്ങളും രഹസ്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അയൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പുതിയ നീക്കം ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചൈനയിൽ നിന്ന് 40J-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനൊപ്പം ബംഗ്ലാദേശിന്റെയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തയ്യാറെടുപ്പ് ഭാവിയിൽ ഇന്ത്യക്ക് തലവേദനയാകും. എന്തായാലും ഇതിനു പിന്നാലെ രാജ്യത്തെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യയിൽ വലിയ തോതിൽ യുദ്ധവിമാനങ്ങളുടെ ക്ഷാമവുമുണ്ട്. ഭീഷണികളെ നേരിടുന്നതിന് കണക്കുകൂട്ടലുകൾ പ്രകാരം ഇന്ത്യക്ക് 50 ഫൈറ്റർ സ്ക്വാഡ്രണുകളെങ്കിലും ആവശ്യമാണ്. 42 വേണ്ടിടത്ത് 30 വിമാനങ്ങൾ അടങ്ങുന്ന ഏറ്റവും കുറഞ്ഞ സ്ക്വാഡ്രൺ ശക്തിയാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയെ നയിക്കുന്നത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തീർത്തും അപര്യാപ്തവുമാണ്. ഇന്ത്യക്ക് മേൽ ഉയർന്നു വരുന്ന സുരക്ഷാ ഭീഷണികൾ നേരിടാനുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലില്ലാത്ത സാഹചര്യത്തിൽ തദ്ദേശീയ തലത്തിലും ഒപ്പം വിദേശ ശക്തികളുമായി കൈകോർക്കുന്നതിനെ പറ്റിയും ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. 40J-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ PAF ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അവ അടുത്ത 2 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2024 ജനുവരിയിൽ PAF മേധാവി എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു പറയുന്നതനുസരിച്ച് J-31 സ്റ്റൈൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഏറ്റെടുക്കുന്നതിനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. ചൈനീസ് നിർമ്മിത സ്റ്റൈൽത്ത് ഫൈറ്റർ ചേരുമെന്ന് പ്രസ്താവിച്ചതോടെയാണ് ഈ കരാർ നിലവിൽ വന്നത്. J-35 യുദ്ധവിമാനം പാകിസ്ഥാൻ ഏറ്റെടുക്കുന്നത് ഫയർ പവറിന്റെയും വ്യോമ മേധാവിത്വത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയേക്കാൾ മേൽക്കൈ നൽകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. അടുത്ത ദശാബ്ദത്തിലോ അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഇതുമൂലം പാകിസ്ഥാന് വ്യോമയാന മേഖലയിൽ ഇന്ത്യയേക്കാൾ തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കും. അതേസമയം സമ്പദ് വ്യവസ്ഥ തകർന്നിട്ടും പാകിസ്ഥാൻ എങ്ങനെയാണ് വ്യോമ മേധാവിത്വം വളർത്തുന്നത് എന്നതിനുള്ള ഉത്തരം കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. കനത്ത കടബാധ്യത, അതിന്റെ സമ്പദ് വ്യവസ്ഥ തകരുന്നു. എന്നിട്ടും രാജ്യം അതിന്റെ സൈനിക ശക്തി അതിവേഗമാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകൾ നേടുന്നതിനായി ഭ്രാന്തമായിട്ടാണ് അവർ ചെലവഴിക്കുന്നത്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന് ചൈനയ്ക്ക് $29 ബില്യൺ സൗദി അറേബ്യയ്ക്ക് $9.16 ബില്യൺ കടപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമാബാദിന്റെ മൊത്തം വിദേശ കടത്തിൽ ബീജിംഗിന് 22% വിഹിതമുണ്ട്. $18.7 ട്രില്യൺ GDP ഉള്ള ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയാണ് സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദത്തിലാണെങ്കിലും പാകിസ്ഥാന്റെ സൈനിക ശക്തി അതിവേഗം കെട്ടിപ്പടുക്കാൻ കാരണമെന്ന് വിദഗ്ധരെല്ലാം അടിയുറച്ചു വിശ്വസിക്കുന്നത്. ബീജിംഗും ഇസ്ലാമാബാദും ആഴത്തിലുള്ള സൈനിക ബന്ധങ്ങളാണ് പങ്കിടുന്നത്. പരസ്പരം എല്ലാ കാലാവസ്ഥാ സഖ്യകക്ഷികൾ എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുമുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ സായുധ സേനയുടെ 3 വിഭാഗങ്ങളെയും, പ്രത്യേകിച്ചും പാകിസ്ഥാൻ വ്യോമസേനയെയും നവീകരിക്കാൻ ചൈന സഹായിക്കുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി J-17 തണ്ടർ ഫൈറ്റർ ജെറ്റ് വികസിപ്പിച്ചെടുത്തു. ഇപ്പോൾ പാകിസ്ഥാൻ J-35 സ്റ്റെൽത്ത് ഫൈറ്റർ ഏറ്റെടുക്കുന്നത് ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനം വിദേശ സഖ്യകക്ഷിക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ ആദ്യ ഉദാഹരണമാണ്. ഇത് PAFന് വ്യക്തമായ മുൻതൂക്കം നൽകുമെന്നും ഉറപ്പാണ്. അത്യാധുനിക ശേഷികളുടെയും ആകാശ ഫയർ പവറിന്റെയും കാര്യത്തിൽ അതിന്റെ ഇന്ത്യൻ എതിരാളിയേക്കാൾ 1950കൾ മുതൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമശക്തി വികസിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവിമാനങ്ങളിൽ പരസ്പരം മുന്നിൽ നിൽക്കാനുള്ള ഓട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള യുദ്ധവിമാനങ്ങളുടെ ക്ഷാമം 2001 ഇന്ത്യൻ വ്യോമസേന മുൻകൂട്ടി കണ്ടതിനെ തുടർന്നാണ് 126 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തിലെത്തുന്നത്. ഉയർന്ന നിലവാരമുള്ള മിറാഷ് 2000 വിമാനങ്ങൾ വാങ്ങാനുള്ള തീരുമാനത്തെ വ്യോമസേന പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. 126 വിമാനങ്ങളിൽ 108 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ കമ്പനിക്ക് അനുമതിയും ലഭിച്ചു. എന്നാൽ നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് അവസാന നിമിഷം കരാറിൽ നിന്ന് പിന്മാറുകയും മിറാഷിന് പകരം 36 റഫേൽ ജെറ്റുകൾ മാത്രം ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇത് പിന്നീട് അഴിമതി ആരോപണങ്ങളിലാണ് അവസാനിച്ചത്. തേജസിന്റെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ LCA-MK-1 2001 ആദ്യ പറക്കൽ
നടത്തിയത്. 2015 ഇത് വ്യോമസേനയുടെ ഭാഗമാകുന്നത്. എന്നാൽ ആദ്യ പറക്കൽ കഴിഞ്ഞ് 24 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യക്ക് വെറും 2 സ്ക്വാഡ്രണുകൾ മാത്രമാണുള്ളത്. 2024 ആരംഭിക്കേണ്ടിയിരുന്ന LCA Mk1 ജെറ്റിന്റെ ഇൻഡക്ഷൻ വീണ്ടും വൈകിയതുകൊണ്ട് കാലപ്പഴക്കമുള്ള MiG-21 കപ്പലിന്റെ ആയുസ് 2025 വരെ നീട്ടാൻ നാവികസേനയെ നിർബന്ധിതരാക്കി. വാസ്തവത്തിൽ 1960കൾ മുതൽ സർവീസ് നടത്തുന്ന MiG-21ന്റെ അവസാന ഓപ്പറേറ്റർമാരിൽ ഒന്നാണ് ഇന്ത്യ. ജാഗുവർ വിമാനങ്ങളുടെ ഏക ഓപ്പറേറ്റർ കൂടിയാണ് നമ്മുടെ ഇന്ത്യ. ഒരു 8-10 വർഷങ്ങൾ കൂടിയേ കഷ്ടിച്ച് ഇവയുടെ പ്രവർത്തനം നടക്കൂ. ഇന്ത്യക്ക് മേൽ ഉയർന്നു വരുന്ന സുരക്ഷാ ഭീഷണികളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നിലവിലെ സ്ക്വാഡ്രണുകൾ കൊണ്ട് ഇന്ത്യക്ക് ഒന്നും ചെയ്യാനാവില്ല. 2025ഓടെ HAL തേജസ് മാർക്ക് 2 മീഡിയം വെയ്റ്റ് ഫൈറ്റർ എന്നിവ പുറത്തിറക്കാനും 2026ഓടെ ആദ്യ പറത്തൽ നടത്താനും കഴിയുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. 5ാം തലമുറയിലെ യുദ്ധ പോരാളികൾ ആരാണെന്ന് നമുക്ക് നോക്കാം. DRDO HAL അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ അഥവാ AMCAയുടെ സാധ്യതാ പഠനങ്ങൾ 2010 ഒക്ടോബറിലാണ് ഇന്ത്യ ആരംഭിക്കുന്നത്. അടിസ്ഥാന ഡിസൈനിനെ കുറിച്ച് 2015 അന്തിമ തീരുമാനത്തിലെത്തുകയും 2016 ഇന്ത്യൻ എയർഫോഴ്സ് അംഗീകരിക്കുകയും ചെയ്തു. 2023 ഡിസൈൻ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം പ്രൊജക്ടിന് 2024 മാർച്ചിൽ ബജറ്റ് ഉപയോഗിച്ച് നിർമ്മാണത്തിനുള്ള അനുമതിയും ലഭിച്ചു. 15,000 കോടി രൂപയുടെ അനുമതിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചത്. 2028 ആദ്യ വിമാനം പ്രതീക്ഷിക്കുന്നത്. ലൈറ്റ് കോമ്പാക്ട് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള കാലതാമസത്തിലെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. 2001 യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ പാകിസ്ഥാനേക്കാൾ 3-1 മുൻതൂക്കം ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്നിത് 16-ൽ 1. ഇന്ത്യക്ക് മേലുണ്ടായ മുൻകാല ഭീഷണികൾ വിശകലനം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് 50 യുദ്ധ സ്ക്വാഡ്രണുകൾ ആവശ്യമാണെന്നാണ് വിദഗ്ധർ അടിവരയിട്ട് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സ്ക്വാഡ്രണുകൾ ശക്തിപ്പെടുത്തുന്നതിന് ചില നടപടികൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. ഓർഡർ ചെയ്തിട്ടുള്ള 83 LCA Mk1Aയും 2029ഓടെ പുറത്തിറക്കേണ്ടി വരും. അതിന് പ്രതിവർഷം ഏകദേശം 24 എയർക്രാഫ്റ്റുകൾ നമ്മൾ നിർമ്മിക്കേണ്ടി വരും. നിലവിൽ 12 എന്ന കണക്കിലാണ് ഉൽപ്പാദനം നടക്കുന്നത്. നാസിക്കിലെ നിലവിലെ ഉൽപ്പാദനവും ഈ ലക്ഷ്യം നിറവേറ്റാൻ പര്യാപ്തവുമല്ല. ഉൽപ്പാദനം വേഗത്തിലാക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. അധിക 97 LCA Mk1A വിമാനം ഓർഡർ ചെയ്യാനുള്ള സമീപകാല തീരുമാനം ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ അടിവരയിട്ട് കാണിക്കുന്നു. പ്രതിവർഷം 24 വിമാനങ്ങൾ എന്ന ഉൽപ്പാദന നിരക്ക് കൈവരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിലും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിലും നിർണായകമാകും. CA Mk2 നിർമ്മാണം വേഗത്തിലാക്കാൻ അടിസ്ഥാന ഡിസൈൻ ജോലികളും നിർമ്മാണവും പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്വകാര്യ പങ്കാളിയെ ഈ ഘട്ടത്തിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് കണ്ടെത്തണം. ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയും താമസിയാതെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം സൈനിക സാങ്കേതിക വിദ്യയിൽ പാകിസ്ഥാൻ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങൾ മൂലം ദുർബലമാകാനുള്ള സാധ്യതയുണ്ട്. തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ഇന്ത്യയുടെ വ്യോമ മേധാവിത്വത്തിന് കാര്യമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിലെ ഭീഷണികൾ മറികടക്കുന്നതിന് ഇന്ത്യ ലോകോത്തര യുദ്ധവിമാനങ്ങളുടെ ഉൽപ്പാദനമാണ് വർദ്ധിപ്പിക്കേണ്ടി വരിക. യുദ്ധവിമാന രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമായി ഒരു ദേശീയ കർമ്മസേന രൂപീകരിക്കണം. മേക്ക് ഇൻ ഇന്ത്യയുടെ 114 യുദ്ധവിമാനങ്ങൾ ഒറ്റത്തവണയായി വാങ്ങാനുള്ള നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ഓർഡർ ചെയ്താലും 5 മുതൽ 6 വർഷത്തിന് ശേഷം മാത്രമേ ഇവ ഇന്ത്യയിലെത്തൂ. നിലവിലെ വ്യോമ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇന്ത്യക്ക് അപര്യാപ്തവുമാണ്. ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ 6 എണ്ണം മാത്രമേ നിലവിൽ ഇന്ത്യക്കുള്ളൂ. സൈനിക ശക്തി ഇരട്ടിയാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർന്നു വരുന്നു. പ്രതിരോധ മേഖലയിലെ സംയുക്ത സംരംഭങ്ങളിൽ ഇന്ത്യ തീർച്ചയായും കാര്യമായ വിജയവും കണ്ടിട്ടുണ്ട്. റഷ്യയുമായുള്ള ബ്രാമോസ് ഇടപാടും റഡാറുകൾക്കും മിസൈലുകൾക്കും വേണ്ടി ഇസ്രായേലുമായുള്ള സഹകരണവും ഇതിനുദാഹരണമാണ്. ഇന്ത്യയുടെ സ്വകാര്യ മേഖല ഇപ്പോൾ പ്രതിരോധത്തിൽ വൻതോതിൽ വളരുകയാണ്. ടാറ്റ, അദാനി, മഹീന്ദ്ര, ഭാരത് ഫോർജ് തുടങ്ങി നിരവധി വലിയ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ സജീവമാണ്. ആഗോള ഉപഭോക്താക്കൾക്കായി അവർ ലോകോത്തര ഉപകരണങ്ങളും നിർമ്മിക്കുന്നുണ്ട്. DRDOയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ത്യൻ സ്വകാര്യ മേഖലയുമായി ചേർന്ന് കൂടുതൽ സംയുക്ത സംരംഭങ്ങൾ സൃഷ്ടിക്കണം. ഡ്രോൺ നിർമ്മാണ മേഖലയിലുള്ള പുതുതലമുറ കമ്പനികളെ കൈപിടിച്ചുയർത്തുന്നത് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ഒരു മുതൽക്കൂട്ടുമാവും. ആയുധ നിർമ്മാണത്തിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്യമങ്ങൾ അഭിനന്ദനാർഹമാണ്. എന്നാൽ ഇതിലുള്ള കാലതാമസമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതിനോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.